ഫ്രണ്ട്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ളൊരു മത്തി കൊണ്ടുള്ള ഒരു പീര കേട്ടോ. അപ്പം ഇപ്പോൾ കുഞ്ഞൻ മത്തിയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. 1 കിലോയ്ക്ക് 100 രൂപ, 125, 130 കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു 10-30ഓളം കാന്താരി എടുത്ത് ഞാനതൊന്ന് കല്ലേ വെച്ച് നല്ലപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 അല്ലി എന്ന് പറഞ്ഞാൽ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 3 അല്ലി. ചെറുതാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 10-15 ചുവന്നുള്ളി നമുക്കിതുപോലെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് വളരെ ടേസ്റ്റ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാന്താരി മുഴുവനായിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആ പുളിക്കകത്ത് കിടന്ന് വെന്ത് ആ മീനിൻ്റെ ആ എസൻസ് എല്ലാം ഇറങ്ങി ഇതിന് കഴിക്കാനൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു കൈപ്പിടി തേങ്ങ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 തണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി കുഴച്ചെടുക്കുക. അപ്പോൾ കൈക്ക് ചെറിയ പോച്ചലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ഞെരടി എടുക്കാൻ നിൽക്കേണ്ട. കൈക്ക് നല്ല പോച്ചലുണ്ടാകും. നമ്മൾ സ്ഥിരം കുക്കിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഞെരടി എടുക്കുക. ഈ അരപ്പ് നിങ്ങൾ എത്രത്തോളം ഞെരടി എടുക്കുക അതിലാണ് ഇരിക്കുന്നത് ഈ കറിയുടെ ടേസ്റ്റ്. ആ പാലൊക്കെ ശരിക്കും ഇങ്ങനെ ഒന്ന് ഇതായി കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഞെരടി കുഴച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ ഒരു 3 തോട്ടുപുളി 3 കഷ്ണം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കഴുകി വൃത്തിയായി കുതിർത്ത് വെച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്ത് അരപ്പ് ഒന്നുകൂടി നമുക്ക് മിക്സാക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞൻ മത്തിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാൾ ചെറുതാണെങ്കിലും ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ. ഭയങ്കര രുചിയാണ്. അപ്പോൾ അതിന് ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഇങ്ങനെ ഈ മീൻ പീര പറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് എന്താ പറയുക തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ കുത്തി പൊടിഞ്ഞ് പോവാത്ത രീതിയിൽ ആദ്യം ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചട്ടി ചുറ്റിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടെ അത് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കുക. പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. സ്നേഹത്തോടൊന്ന് തലാടുക എന്ന് പറയത്തില്ല, അതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്ന പോലെ ചെയ്യണ്ട. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. പക്ഷെ നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വരണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് നല്ലപോലെ തോർത്തിയെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിലെ ചട്ടിയുടെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. മീൻ ഒട്ടും പൊടിഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. അതിലെ അകത്തൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം നിറയുക. അപ്പോൾ നല്ല ചൂട് കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഈ സമയം നമുക്ക് 2 അടപ്പ് പച്ച വെളിച്ചെണ്ണ, ഒരുപാടൊന്നും എണ്ണ ഒഴിക്കരുത്, 2 അടപ്പ് പച്ച വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കറി ലീഫും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. ഈ മണം തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം ഈ മണം കൊണ്ടങ്ങ് നിറയും കേട്ടോ. അപ്പം തന്നെ തോന്നി നമുക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നി. ഈ മണം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾ ഇത് മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ചട്ടി എടുത്ത് ഇതുപോലെ ഒന്ന് കുലുക്കി വേണം ഇത് ആ എണ്ണ എല്ലാ സ്ഥലത്തും ഒന്ന് ഇതാക്കി കിട്ടാൻ. പിന്നെ തവി കൊണ്ട് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തി പീര പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും നിങ്ങൾ വീഡിയോ കാണുന്നതൊക്കെ കാണുമ്പോഴായിരിക്കും ഒന്നുകൂടെ വീഡിയോ ചെയ്യണം, പുതിയ പുതിയ റെസിപ്പിയൊക്കെ തരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യട്ടോ. സൂപ്പർ റെസിപ്പിയാണ്, തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.